Hi, hello and welcome back to my channel SciMathTech. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്സിന്റെ 8th ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോ സ്ക്വയർ പിരമിഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എപ്പോഴും എന്തായിരിക്കും? ബേസ് എപ്പോഴും ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതിന്റെ 4 സൈഡിലും എന്തുണ്ട്? ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾസ് 4 ട്രയാങ്കിൾസ് ഈ സ്ക്വയറിന്റെ 4 സൈഡ്സിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു സ്ക്വയർ പിരമിഡ് ഫോം ആവുന്നത്. ഓക്കെ, ഇനി ഈ സ്ക്വയർ പിരമിഡിന്റെ ഈ ബേസ് ഉണ്ടല്ലോ, ബേസ് എഡ്ജ്, അതിനെ ബേസ് എഡ്ജ് എന്ന് പറയും, എ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ, 4 സൈഡിൽ ഓരോ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു ലെങ്ത് ഇല്ലേ, ഈ ഒരു ലെങ്തിനെ ലാറ്ററൽ എഡ്ജ് എന്ന് പറയും, അത് ഇ ആണ്. ഓക്കെ, ലാറ്ററൽ എഡ്ജ് ഇ. ദെൻ ഈ ഇതിലെ ഇപ്പൊ ആ ട്രയാങ്കിൾ ഞാൻ ഇവിടെ എടുത്ത് വരയ്ക്കുകയാണ്. ഇത് ബേസ് എഡ്ജ് എ, ഇത് ലാറ്ററൽ എഡ്ജ് ഇ, ഇതാണ് സ്ലാന്റ് ലെങ്ത്. ഓക്കെ, സ്ലാന്റ് ലെങ്ത് എൽ. ഇനി ഹൈറ്റ് ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത് ഈ ബേസ് എഡ്ജിന്റെ സെന്റർ ഉണ്ടല്ലോ, ആ സെന്ററിൽ നിന്ന് ഈ ടോപ്പ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുന്ന ലെങ്ത് ആണ്. ഓക്കെ, അതാണ് ഹൈറ്റ്. അതായത് ഈ ഒരു സൈഡിലെ ട്രയാങ്കിൾ ആണ് ഇതെങ്കിൽ, ഓക്കെ, ഈ ഒരു സൈഡിലെ ട്രയാങ്കിൾ ആണ് ഇതെങ്കിൽ ഇതിന്റെ സെന്റർ ഇതിപ്പോ ഇങ്ങനെയാണ് സ്ക്വയർ ഇരിക്കുക. അപ്പൊ ഇത് എ. ഓക്കെ, ഈ 4 ലെങ്ത് എ, ഇത് ഇ. ഈ ലെങ്ത് എന്താണ്? സ്ലാന്റ് ലെങ്ത് എൽ. ഇതാണ് എന്താ? ഇതിപ്പോ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ക്വയർ പിരമിഡ്. ഇതാണ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ് എച്ച്. ഓക്കെ, അപ്പോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതായത് എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ഇ സ്ക്വയർ. ഓക്കെ, അതുപോലെ ഇത് കണ്ടല്ലോ, ഈ ഹൈറ്റ് ഓഫ് ദി പിരമിഡ് എച്ച്, അത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ഇവിടെ നമുക്ക് വേറെ ട്രയാങ്കിൾ കിട്ടും. സോ അവിടെ നിന്ന് എന്താണ്? എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് ലാറ്ററൽ ലെങ്ത്തും ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും കൂടി ആയിട്ടുള്ളത്. മറ്റേ ട്രയാങ്കിള് ലാറ്ററൽ ലെങ്ത്, ബേസ് എഡ്ജ് ആൻഡ് ഹൈറ്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇതിവിടെ തെറ്റിപ്പോയി കേട്ടോ. കാരണം ഇവിടെ എൽ എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അതായത് എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്നാണ്. ഓക്കെ, അതായത് ആ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് എച്ച്, ഇത് a/2, ഇതെന്താണ്? എൽ. മറ്റേ ട്രയാങ്കിൾ എങ്ങനെയാണ്? ഔട്ട് സൈഡിലുള്ളത് താഴെ a/2, ഇത് ലാറ്ററൽ ലെങ്ത് എൽ, ഇത് എഡ്ജ് ഇ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 193 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 193 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, using a square and 4 triangles with the dimensions as specified in the picture, a pyramid is made. ഒരു സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ സൈഡ് തന്നിരിക്കുന്നത്, അതായത് a ഈക്വൽ ടു 24 സെന്റിമീറ്റർ. പിന്നെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഈ ഒരു ഹൈറ്റ് അത് 18 സെന്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സ്ക്വയർ പിരമിഡ് ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? അങ്ങനെയാണെങ്കിൽ ആ പിരമിഡിന്റെ ഹൈറ്റ് ആൻഡ് വാട്ട് ഈസ് ദ സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ ആൻഡ് ലൈക്ക് ദിസ്. പിന്നെ വേറൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിന്റെ ബേസ് എഡ്ജ് 24 സെന്റിമീറ്റർ ആണ്. വേറൊരു ട്രയാങ്കിളും കൂടി തന്നിട്ടുണ്ട്, ആ ട്രയാങ്കിളിന്റെ ഈ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 2 മെഷർമെന്റ്സ് വെച്ചിട്ട് ഹൈറ്റ് ഓഫ് ദി പിരമിഡ് കാണണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം h is equal to root of L square minus a/2 square. ഓക്കെ, L square minus a/2 square. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയാം?
എൽ അറിയാം അല്ലെ, ഈ 18 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എൽ ആണ്. എൽ ഈക്വൽ ടു 18 സെന്റിമീറ്റർ. ഇവിടെ ഈ 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജ് ആണ്. ഇ ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അപ്പൊ എൽ അറിയാം, എ അറിയാം. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 18 സ്ക്വയർ മൈനസ് എ ബൈ 2 ഈസ് 12 സ്ക്വയർ. അപ്പൊ എന്ത് വരും? 18 സ്ക്വയർ ഈസ് 324 മൈനസ് 144. ഓക്കെ, അപ്പൊ എന്ത് വരും? 324 മൈനസ് 144. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 180. ഓക്കെ, അതിന് നമുക്ക് 9 ഇൻറ്റു 20 എന്ന് എഴുതാം. 20നെ 4 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? 6 റൂട്ട് 5. ഓക്കെ, 6 റൂട്ട് 5 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? ഇയും എയും ആണെങ്കിൽ ഇ സ്ക്വയർ പ്ലസ് എ ബൈ 2 സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. അപ്പൊ എല്ല് നമുക്ക് കിട്ടൂല ഇതിൽ നിന്ന്. അതായത് 900 പ്ലസ് 144 ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1044. നമുക്ക് 21 ഇൻറ്റു 36 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6 റൂട്ട് 21. അപ്പൊ എല്ല് കിട്ടി. നമുക്ക് എച്ച് കിട്ടാനായിട്ട് എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 6 റൂട്ട് 21 ഹോൾ സ്ക്വയർ. അതായത് 36 ഇൻറ്റു 21 എന്ന് വരും അല്ലേ, മൈനസ് 12 സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6 റൂട്ട് 17 സെന്റിമീറ്ററിനായിരിക്കും കിട്ടുന്നത്. ഓക്കെ, 6 റൂട്ട് 17 സെന്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് വൺ 6 റൂട്ട് 5 സെന്റിമീറ്റർ ആൻഡ് സെക്കൻഡ് വൺ 6 റൂട്ട് 17 സെന്റിമീറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ. അതായത് എ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഈ ഒരു മെഷർമെന്റ് ഉള്ള ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ അതർ ഡയമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ? അതർ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? ലാറ്ററൽ ഹൈറ്റും ലാറ്ററൽ എഡ്ജും, അതും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 സ്ക്വയർ. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ ഈസ് 144 പ്ലസ് എ ബൈ 2 സ്ക്വയർ ഈസ് 25. അപ്പൊ റൂട്ട് ഓഫ് 169. റൂട്ട് ഓഫ് 169 ഈസ് 13 സെന്റിമീറ്റർ. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് കിട്ടി. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 169 പ്ലസ് 25. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 194 സെന്റിമീറ്റർ. ഓക്കെ, then third question, prove that in any square pyramid squares of height, that is h square, slant height l square and lateral edge e square are in arithmetic sequence. ഇതെല്ലാം arithmetic sequenceലാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 സ്ക്വയർ. അതുപോലെ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2l സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. അതായത് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ബൈ 2. അതായത് എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ ആൻഡ് ഇ സ്ക്വയർ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 3 ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ നടുക്കത്തെ ടേം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ടേമിന്റെ സമ്മിന്റെ ഹാഫ് ആയിരിക്കും. അതായത് ഇഫ് എ ബി സി ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടിയില്ലേ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ബൈ 2. സോ എൽ സ്ക്വയർ, എച്ച് സ്ക്വയർ ആൻഡ് ഇ സ്ക്വയർ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ദെൻ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർത്ത് വൺ. A square pyramid is to be made with a triangle shown here as lateral surface. Lateral surface ന്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ. അതിന്റെ മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. 30 സെന്റിമീറ്റർ ആണ് ബേസ് എഡ്ജ്. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു 30. ദെൻ ഈ എഡ്ജ് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. ഇ ഇസ് ഈക്വൽ ടു 25. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? എല്ല് കണ്ടുപിടിക്കാം. എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ.
that is root of 625 minus 15 square is 225, that is root of 400. അപ്പോൾ എന്ത് കിട്ടും? 20 സെന്റിമീറ്റർ ആണ് L. ഇനി നമുക്ക് എന്ത് വേണം? H വേണം. H is equal to root of L square minus a by 2 square, that is root of 400 minus 225, root of 175. Root of 175 നെ നമുക്ക് root of 25 into 7 എഴുതാം, that is 5 root 7 centimeter ആണ് ഹൈറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റിന്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ദ ബേസ് എഡ്ജ് ഈസ് 40 സെന്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 30 സെന്റിമീറ്റർ? എ ഈസ് ഈക്വൽ ടു 40 ആണെങ്കിൽ എന്തായിരിക്കും ഹൈറ്റ് എന്നാ ചോദിച്ചേക്കണേ. എ ഈസ് ഈക്വൽ ടു 40 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 20 സ്ക്വയർ, ദാറ്റ് ഈസ് 400. 625 മൈനസ് 400 ഈസ് 225. ഇവിടെ 15 സെന്റിമീറ്റർ എന്ന് വരും അല്ലെ, 15 സെന്റിമീറ്റർ എന്ന് വരും. ദെൻ ദാറ്റ് ഈസ് a by 2 is 20. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400. അപ്പൊ നെഗറ്റീവ് വരും, അങ്ങനെ ഒരു റൂട്ട് പോസിബിൾ അല്ല. കോംപ്ലക്സ് നമ്പർ വരും, കോംപ്ലക്സ് നമ്പർ വന്നാൽ അത് ഹൈറ്റ് ആവില്ല. സോ ആ ഒരു കേസ് പോസിബിൾ അല്ല. ഓക്കെ, അതായത് ബേസ് എഡ്ജ് 40 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.